ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹസം മാളിലേക്കാണ്. ഇവിടെ ഫുൾ കുട്ടികളാണുള്ളത്. എല്ലാവരും ഐവാസിറ്റി സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഇവിടെ കറുപ്പ് ഡ്രസ്സും വെള്ള ഡ്രസ്സും ഇട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങോട്ടേക്ക് വീഡിയോ ഉണ്ട്, അങ്ങോട്ടേക്ക് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഖത്തറിലെ അൽ ഹസം മാളിലേക്കാണ്. ഖത്തറിലെ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാളാണിത്. അത് നമുക്ക് ഈ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഒരു മാളിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. കഴിഞ്ഞ തവണ വന്നത് ഓണത്തിനായിരുന്നു, അതും ഉച്ചയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മാളിൻ്റെ ഭംഗി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല ചൂടുള്ള ടൈമായിരുന്നു. അതുപോലെ തന്നെ പകലായതുകൊണ്ട് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ ഈ മാളൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ ഒന്നും പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. കാരണം ഇവിടെ പൊതുവേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉള്ളതെന്നാണ് അറിഞ്ഞത്. ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കുറവുള്ള സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോവുകയാണ്. ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് ഓൺ ഗോയിങ് ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇന്ന് നല്ല തിരക്കാണ്. പൊതുവേ ഇങ്ങനെയാണോ എന്നറിയില്ല, എന്തായാലും ഇന്ന് നല്ല തിരക്കാണ്. കൂടാതെ ഇന്നിവിടെ എന്തോ ഊദ് ആൻഡ് പെർഫ്യൂം എക്സിബിഷനും ഉണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്. ഈ ഒരു വീഡിയോയിൽ മാക്സിമം ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരക്ക് മനസ്സിലാവാത്തത്. അനുവേട്ടൻ ഇവിടെ എന്തൊക്കെയോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുന്നത് രണ്ടാമത്തെ ടൈമാണ്. അമ്മേട്ടൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കണം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ട് വീഡിയോ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇവിടെ എക്സിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു മുകളിലൊക്കെ ഇങ്ങനെ. ഇത് മാത്രമല്ല കേട്ടോ ഈ മുകളിലുള്ളത്, ഒരുപാട് കാണാനുണ്ട്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്യാവശ്യം നല്ല 2-3 ഫോട്ടോസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാണ്.